ഉസ്ബെക്കിസ്ഥാനിൽ ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. വിദേശത്ത് നടന്ന കുറ്റകൃത്യമായതിനാലാണ് കേസിന്റെ തുടർ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. അതേസമയം മരണകാരണം തലച്ചോറിനേറ്റ ബ്രെയിൻ ഇഞ്ചുറിയെന്നും ഒന്നിൽ കൂടുതൽ തവണ തലയ്ക്ക് അടിയേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സാവരിയ ബസന്തിന്റെ പിതാവിന്റെ പരാതിയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സദറുൽ അനാമിനെ പ്രതിയാക്കി ഹരിപ്പാട് പോലീസ് കേസെടുത്തിരുന്നു. കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പരാതിയിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പാണ് ഇതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ എംബസി വഴി ശേഖരിക്കും. പ്രതിയെ കേരളത്തിലെ എത്തിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇതേസമയം സാവരിയുടെ ശരീരത്തിലുണ്ടായത് പ്രധാനമായും 4 മുറിവുകളെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ലാപ്ടോപ്പ് കൊണ്ട് ഒന്നിലധികം തവണ അടിച്ചിരിക്കാനുള്ള സാധ്യതയാണ് ബ്രെയിൻ ഇഞ്ചുറിയുടെ തീവ്രത വ്യക്തമാക്കുന്നത്. പുറത്ത് മുറിവുണ്ടാകാതെ തലച്ചോറിനുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്നും സ്ഥിരീകരിച്ചു. ഇത് മൂർച്ചയില്ലാത്ത ഏതെങ്കിലും വസ്തു കൊണ്ടുള്ള അടികൊണ്ട് ഉണ്ടായതാണെന്നാണ് നിഗമനം. കൈമുട്ടിലും കാലിലും മുറിവുകൾ ഉണ്ടായിരുന്നതായും മർദ്ദനമേറ്റ ക്ഷതങ്ങൾ നിരവധിയുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ.